ഉറക്കത്തിനിടയിൽ സ്വപ്നം കാണാത്തവരായി ആരുമില്ല. നല്ലതും ചീത്തയുമായ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, ചില വസ്തുക്കൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വപ്നങ്ങൾ രൂപപ്പെടുന്നത്. ഭൂരിഭാഗം സ്വപ്നങ്ങൾക്കും പ്രത്യേകിച്ച് ഒരർത്ഥമോ നിർവചനമോ എക്സ്പ്ലനേഷനോ ഉണ്ടാവില്ല. ചിലപ്പോൾ വെറുതെ ഓരോന്ന് ആലോചിച്ചു കിടന്നാൽ അക്കാര്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടേക്കാം. ഒരു ഹൊറർ സിനിമ കണ്ടിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ സ്വപ്നം അതിനെക്കുറിച്ചാവും. ദുസ്വപ്നങ്ങൾ അഥവാ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നിട്ടുള്ളവർ ധാരാളമാണ്. സ്വപ്നങ്ങൾ ശരിക്കും ഒരു ഹാലൂസിനേഷൻ തന്നെയാണ്. ഒരാൾക്കും അയാൾ കണ്ട സ്വപ്നത്തിന്റെ 100% ഓർത്തെടുത്ത് പറയാനാവില്ല. സ്വപ്നത്തിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഓർമ്മയിൽ കാണൂ. നമ്മുടെ മെമ്മറീസ് അഥവാ ഓർമ്മകളെയും ഇമാജിനേഷൻസ് അഥവാ ഭാവനകളെയും സ്വപ്നങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹിപ്പോക്യാമ്പസ് എന്ന ഭാഗമാണ്. പക്ഷേ ഹിപ്പോക്യാമ്പസിന് പരിക്കുപറ്റിയ ആളുകൾക്കും സ്വപ്നം കാണാൻ കഴിയുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവർ ചുരുക്കമായി മാത്രമേ സ്വപ്നങ്ങൾ കാണുകയുള്ളൂ. കൂടാതെ ഇവർ കാണുന്ന സ്വപ്നങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിരിക്കില്ല. സ്വപ്നങ്ങളുടെ ശരാശരി ദൈർഘ്യം 5 മുതൽ 20 മിനിറ്റാണ്. ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സ്വപ്നങ്ങളും ദൈർഘ്യമേറിയ സ്വപ്നങ്ങളും ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഉറക്കത്തിന് 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാം ഘട്ടത്തെ NREM നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നും രണ്ടാം ഘട്ടത്തെ REM റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നും വിളിക്കുന്നു. NREM എന്ന ഘട്ടത്തെ N1, N2, N3 എന്നിങ്ങനെ 3 സ്റ്റേജുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഘട്ടം കഴിയും തോറും ഉറക്കത്തിന്റെ ആഴം കൂടി വരും. NREM എന്ന സ്റ്റേജിൽ നമ്മുടെ കണ്ണുകളുടെ ചലനം തീരെ കുറവായിരിക്കും. എന്നാൽ REM എന്ന സ്റ്റേജിലാവട്ടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. നമ്മുടെ ഉറക്കത്തിന്റെ ഏകദേശം 75 മുതൽ 80% NREM എന്ന സ്റ്റേജാണ്. ബാക്കി 20 മുതൽ 25% REM എന്ന ഘട്ടമാണ്. ഇതിൽ REM എന്ന സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുക. മനുഷ്യർ കാണുന്നത് പോലെ സ്വപ്നം കാണാനുള്ള കഴിവ് ചില മൃഗങ്ങൾക്കും ഉണ്ടത്രേ. 3 മുതൽ 6 മണിക്കൂർ ഉറങ്ങുന്ന സസ്തനികളാണ് ആനകൾ. നിന്നോ ചെരിഞ്ഞു കിടന്നോ ആണ് ആനകൾ ഉറങ്ങാറ്. ആനകൾക്കും സ്വപ്നം കാണാനുള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ആനകൾ മാത്രമല്ല, വാൽറസ്, അറേബ്യൻ ഒറിക്സ്, റോക്ക് ഹൈറാക്സ്, ഹിപ്പോപ്പൊട്ടാമസ്, മാനറ്റി എന്നീ ജീവികളും സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ പിന്നെ നായ്ക്കളും പൂച്ചകളുമെല്ലാം നമ്മളെപ്പോലെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായും വിശദമായും ഉള്ള പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ. അയാൾ സ്വപ്നം കാണുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വപ്നം കാണുന്നതിനെ ലൂസിഡ് ഡ്രീമിംഗ് എന്നാണ് വിളിക്കുക. മനുഷ്യരുടെ സ്വപ്നങ്ങൾ റെക്കോർഡ് ചെയ്ത് ഒരു സിനിമ പോലെ ആക്കിയെടുക്കാൻ ഉള്ള സംവിധാനങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ നിലവിൽ വന്നേക്കാം. അതുമാത്രമല്ല, നമ്മുടെ ആവശ്യപ്രകാരം സ്വപ്നങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചു തരുന്ന സൂത്രവിദ്യ കൂടി നിലവിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഭാവിയിൽ അതൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്.